പറമ്പിലേക്കൊന്ന് ഇറങ്ങിയതാ. ഒറ്റയ്ക്കായതുകൊണ്ട് ഇറങ്ങാനൊരു മടിയായിരുന്നു. പിന്നെ ഇന്ന് രണ്ടും കൽപ്പിച്ചൊന്ന് ഇറങ്ങി. ഇച്ചിരി വെയിൽ തെളിഞ്ഞപ്പോൾ വിൻ്റർ ആണെങ്കിലും. ഇത് നമ്മുടെ മൊസമ്പി മരം ഇതുണ്ടായിരുന്നു, കുറച്ച് കിട്ടിയായിരുന്നു. നെയ്ബർ ഒന്ന് പറിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ ഫുള്ള് പറിച്ചു. അവർ ജ്യൂസ് അടിക്കാൻ പറിച്ചുകൊണ്ട് പോയി, ഞാനെടുക്കാത്തതുകൊണ്ട്. പിന്നെ ഇതേ നാരങ്ങ നിൽക്കണമുണ്ടോ, നാരകം. ഇത് പ്ലംസൊക്കെ തീർന്ന് ഇലയൊക്കെ കൊഴിഞ്ഞ്. പിന്നെ ഇതാരും ഇല്ലാത്തതുകൊണ്ട് ഇപ്പുറത്തെ ഫെൻസ് ഫുള്ള് പൊളിച്ചു കളഞ്ഞു. ഇപ്പോൾ അത് കെട്ടിത്തരാൻ പറഞ്ഞിട്ടുണ്ട്. അയാളുണ്ട് അത് വേണ്ട പറമ്പ് കയ്യേറി വെച്ചേക്കണേ. ഇത്രയും ഏരിയ അവർ കയ്യേറി. ഇനിയിപ്പോൾ ഫെൻസ് കെട്ടുമ്പോൾ അളവെടുത്തിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തേ നാരങ്ങ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നട്ട്സ്, ഹേസിൽ നട്ടാണ് ഇതൊക്കെ ഫുള്ള് ഉണ്ടായി നിൽക്കുന്നത്. ഇപ്പോൾ സീസൺ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞുകൊണ്ട് വാഴയൊക്കെ പോയി. കഴിഞ്ഞ ദിവസത്തെ കാറ്റത്ത് വാഴ ഫുള്ള് പോയി. ഇത് നാരങ്ങ ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടംപോലെ വെച്ചാൽ ഫുള്ള് പഴുത്ത് നിറയെ കിടക്കുക. ഈ സമ്മറിൽ വേണം ഇനി കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇത് ഫുള്ള് നാരങ്ങ. ഇനിയിപ്പം ആരെങ്കിലും അപ്പാപ്പനോട് പറഞ്ഞിട്ട് ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കാൻ പറയണം, അല്ലെങ്കിൽ ഈ നാരങ്ങ മുഴുവൻ വീണ്ടും പോവും. അപ്പം അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്ക് ഇത്രയും നാരങ്ങയുടെ ആവശ്യമില്ലല്ലോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പറിച്ച് കൊടുക്കാൻ പറയണം അപ്പാപ്പനോട്. നിറയെ ഫുള്ള് പഴുത്ത് കിടക്കുക. എനിക്കെന്തിനും ഇത്രയും നാരങ്ങ തൊടുമ്പോൾ തന്നെ ഇങ്ങ് പറഞ്ഞു പോരുക. അത് വിൻ്ററിൽ ഇപ്പോൾ നാരങ്ങ വെള്ളം കുടിക്കില്ലല്ലോ, അത് വീണ് പോവുള്ളൂ ഇനി സമ്മറാകുമ്പോഴേക്കും. ഞാൻ നിങ്ങളെ ഒന്ന് പറമ്പൊന്ന് കാണിക്കാമെന്ന് വെച്ചിട്ട് കാര്യം എനിക്ക് ഇത്രയും ദിവസം ഒരു മനസ്സിനൊന്ന് പ്രിപ്പയർഡ് അല്ലായിരുന്നു ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇതേ പെർസിമോൺ ഫുള്ള്. ഇത് നട്ട്സ്. കോഴിക്കൂടൊക്കെ പൊളിഞ്ഞു പോയി, അത് കാണിക്കുന്നില്ല ഞാൻ. അതിന് രണ്ടാമത് ആളെ നിർത്തി അതൊക്കെ പണിയിക്കണം എനിക്ക്.